ഹലോ പുതിയൊരു മോർണിംഗ് റുട്ടീൻ വ്ലോഗാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിവ് കാഴ്ചകൾ തന്നെയാണ്. തലേദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം. കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഞാനാണെങ്കിൽ ഇന്ന് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് ഇന്ന് നല്ല വ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. കാരണം ഇത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്, അത്ര ഈസി പണിയൊന്നുമല്ല. ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ എനിക്കൊരു 8:30 ആകുമ്പോഴത്തേക്കെങ്കിലും ഫ്രീ ആവാനായിട്ട് പറ്റൂ. 8:30ക്ക് ഫ്രീ ആയിട്ട് വേണം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ 8:30 9 നടുക്കാണ്. അപ്പം 9 മണിയൊന്നും ഞാൻ ആവാനായിട്ട് കാത്തിരിക്കത്തില്ല. 8:30ക്ക് ഞാനിപ്പോൾ എല്ലാ മീൽസും കറക്റ്റ് ടൈമിന് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം 8:30ക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പണികളെല്ലാം തീർത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കും. കാരണം നമ്മൾ ക്യാമറ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും കുറച്ച് പണിയാണെന്ന് ഞാൻ ആദ്യമായിട്ട് ഓരോരുത്തരുടെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഇതെന്താണ് വെറുതെ ഷൂട്ട് ചെയ്യുക ഇടുക. പക്ഷെ സ്വന്തമായിട്ടത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇതിന് ഇത്രയൊക്കെ പണികളുണ്ടല്ലോ എന്ന്. അപ്പം ഇനി എന്താണ്, എനിക്ക് മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കണം. അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ രാവിലെ മോർണിംഗ് ഡ്രിങ്കിന് കഴിച്ചുകൊണ്ടിരുന്നത് കുമ്പളങ്ങ ജ്യൂസാണ്. അപ്പോൾ കുമ്പളങ്ങ ജ്യൂസ് മാറ്റിയിട്ട് ഇപ്പം ഞാൻ വേറൊരു ഡീറ്റോക്സ് ഡ്രിങ്കാണ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അത് ലെമൺ വെച്ചിട്ടുള്ള ഒരു ഡീറ്റോക്സ് ഡ്രിങ്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണമാണ്. ഇഞ്ചിയും അരമുറി നാരങ്ങ പിഴിഞ്ഞതും കുറച്ച് ഹണിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം, കട്ടി ചൂടുവെള്ളമല്ല, ഇളം ചൂടുവെള്ളം ചേർക്കും. എന്നിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യും. എൻ്റെ മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. ഇത് ഞാനാണെങ്കിൽ ചൂടാക്കിയപ്പോൾ കുറച്ച് ചൂട് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യുവാണ്. നമുക്കിതിൽ ഒരുപാട് ചൂട് വേണ്ട, ഇളം ചൂട് മതി. അത്രയേ ഉള്ളൂ. എൻ്റെ ഡീറ്റോക്സ് ഡ്രിങ്ക് റെഡി. ഇന്നത്തെ എൻ്റെ മോർണിംഗ് റുട്ടീൻ വ്ലോഗാണ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നമ്മുടെ പരിപ്പ് വെച്ചിട്ട്, മൂങ് ദാൽ എന്ന് പറയും, യെല്ലോ കളറിലുള്ള ചെറിയ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് വെച്ചിട്ട് ഞാനൊരു ഹെൽത്തി ഇഡ്ലിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ലഞ്ചിന് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, കുറച്ച് എൻ്റെ ഷോർട്സിൽ ഞാൻ കുറേ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു റെസിപ്പിയാണ് കിച്ചടി എന്ന് പറഞ്ഞിട്ടുള്ളത്. കിച്ചടി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മളുടെ നാട്ടിൽ കഞ്ഞിയില്ലേ, കഞ്ഞിയുടെ കൂട്ടുള്ള ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ഡിഷാണ് കിച്ചടി എന്ന് പറയുന്നത്. കിച്ചടിയിൽ ഇവരെന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ പരിപ്പും റൈസും. പരിപ്പിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ട് റൈസ് അതിൽ കുറച്ച് എടുത്തിട്ട് അതിന്റെ ഒരു മിക്സ് ആയിട്ട് അവരൊരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് പനി എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കഴിക്കുന്നത് കഞ്ഞിയാണ്. അതുപോലെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസിന് പനി, ലൂസ് മോഷൻ ഒക്കെ വരുമ്പോൾ അവർ കഴിക്കുന്നത് കിച്ചടി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അവരതില് തൈരും അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പരിപ്പും റൈസും വെച്ചിട്ട് അത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ പരിപ്പും ഓട്സും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊന്നും കൂടെ ഹെൽത്തി ആവും. കാരണം ഞാനിപ്പോ ഡയറ്റിലാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഞാൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പരിപ്പിന്റെ കൂടെ അരി സ്കിപ്പ് ചെയ്തതിന് ശേഷം ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഇന്ന് യെല്ലോ കളറിലുള്ള പരിപ്പല്ല എടുക്കുന്നത്. കാരണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ആ സെയിം പരിപ്പ് വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഉച്ചക്കലത്തേക്ക് വേറെ ഒരു പരിപ്പ് വെച്ചിട്ട് ഒരു ഓറഞ്ച് കളർ പരിപ്പ് വരും, അതും ഓട്സും കൂടെ വെച്ചിട്ടുള്ള ആ ഒരു കിച്ചടി റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കിത് വീട്ടിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം. ഈ കിച്ചടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്
ലഞ്ച്, ഡിന്നർ, ഈ മൂന്നിലും നമുക്ക് ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാലും കുഴപ്പമില്ല, ലഞ്ചിന് കഴിക്കാം, ഡിന്നറിനും കഴിക്കാം. അത്രയ്ക്കും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, അത് പറയണമായിരുന്നു. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കട്ടെ. കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഈ ഒരു പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഞാൻ മൂങ് ദാൽ യെല്ലോ കളറിലുള്ള കുഞ്ഞു പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു പരിപ്പ് എടുത്തതുകൊണ്ട് വീണ്ടും ലഞ്ചിന് സെയിം പരിപ്പ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെടുത്തത്. നമുക്ക് ഈ ഒരു കിച്ചടി ഉണ്ടാക്കാൻ ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. കടലപ്പരിപ്പോ തുവരപ്പരിപ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള മൂങ് ദാൽ, ചെറുപയർ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ചെറുപയർ വെച്ചുണ്ടാക്കും, അതും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിത് കുതിർക്കാനിടുകയാണ്. പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുതിർത്തിട്ട് വേണം അത് കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരിപ്പൊക്കെ ചിലർക്ക് കഴിക്കുമ്പോൾ ഗ്യാസ് വരും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ കുതിർക്കാതെ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നമ്മളത് കുതിർത്ത് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അച്ചു ഇവിടെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അച്ചു രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്ന് അച്ചുവിൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ റെഡിയാക്കും. അപ്പം പുള്ളിക്കാരൻ അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ നടക്കാനായിട്ട് പോവും. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂങ് ദാൽ, യെല്ലോ കളറിലുള്ള മൂങ് ദാൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി തന്നെ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് തൈരും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അവൽ കുതുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവലിന് പകരം ചോറ്, തലേ ദിവസത്തെ ചോറ് ഇരിപ്പുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അച്ചു ആണെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാവ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈര് മാത്രം മതി, അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി തൈരിൽ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നോക്കുക. അത് കൂടുതൽ ലൂസായാലും നമുക്കത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില. ഈ മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ മല്ലിയിലയ്ക്ക് പകരം നിങ്ങളുടെ ഈ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്കാണെങ്കിൽ കുറച്ച് കായം ഇടണം. ഞാനാണെങ്കിൽ അത് മറന്നുപോയി, ഇപ്പം ഞാനത് ആഡ് ചെയ്യും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എപ്പോഴാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ ടൈമിൽ ഞാൻ കുറച്ച് ഇനോ ആഡ് ചെയ്യും. നമ്മളെപ്പോഴാണോ ഇത് ഉണ്ടാക്കുന്നത് ആ ടൈമിൽ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുമ്പേ നമ്മൾ ആഡ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇഡ്ഡലി കുട്ടകം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇഡ്ഡലിയുടെ ആ ഒരു പാത്രങ്ങൾ എണ്ണ വെച്ചിട്ട് തടവി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഓയിലാണോ എടുക്കുന്നത് അതെടുക്കാം. സാധാരണ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്.
അപ്പം ഞാനിത് എല്ലാ കുഴികളിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നമുക്ക് ഈ ഒരു ഇനോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനോയ്ക്ക് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ ഇനോയാണ് എടുക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ആ ഇനോ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് അതിനെ മിക്സ് ചെയ്ത് കുളമാക്കരുത്. ആ ഇനോ ഇട്ടിട്ട് കുറച്ചൊന്ന് ജസ്റ്റ് അതൊന്ന് എല്ലായിടത്തോട്ടും ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. അന്നേരം തന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവിക്കാനായിട്ട് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇനോ ഇട്ടതിന് ശേഷം നമ്മളത് വെക്കാൻ പാടില്ല. ഒരുപാട് അതിനെ മിക്സ് ചെയ്യാനും പാടില്ല. ഇനോ ഇടുക, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക, എന്നിട്ട് പാത്രങ്ങളിൽ ഇത് നിറയ്ക്കുക, പിന്നെ ഇത് വേവിക്കാനായിട്ട് വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത പരിപാടിയാണ് തൂക്കണം, ഡസ്റ്റിങ് ചെയ്യണം. ഇത് എന്നും രാവിലെ ഞാൻ ചെയ്യുന്നതാണ്. കാരണം അറിയാലോ, കഴിഞ്ഞ വീഡിയോസിൽ പോലും ഞാൻ പറഞ്ഞിരുന്നു, ഭയങ്കര പൊടിയാണ്. അപ്പം നന്നായിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്താലേ ഈ വീടിനകത്ത് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയ്ക്കും പൊടിയാണ്. അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് അച്ചു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കുറച്ച് മുരിങ്ങയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടത്. ഇനി അത് പന്നലാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. മുരിങ്ങയ്ക്ക സാമ്പാർ. സാധാരണ സാമ്പാറല്ല. സാധാരണ സാമ്പാർ നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മുരിങ്ങയ്ക്കയാണ്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ലഞ്ചിനും ഒക്കെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പരിപ്പിൻ്റെ ഒരു അതിപ്രസരം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് മുരിങ്ങയ്ക്ക മാത്രം ഇട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ടൊന്ന് വേവിക്കണം. മുരിങ്ങയ്ക്കയുടെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർക്കണം. വെള്ളം നമ്മൾ ഒരുപാട് ആഡ് ചെയ്യരുത്. കാരണം ഈ വെള്ളം നമ്മൾ ഇനി കളയത്തില്ല. ഞാൻ ഈ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് ഗ്രേവി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം വെള്ളമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിക്കാം. ഇനി ഞാൻ സൈഡിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാലകൾ, വറ്റൽമുളക്, മല്ലി, കുറച്ച് ഉലുവ, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി, ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, കുരുമുളക്, പിന്നെ കുറച്ച് ചിരകിയ തേങ്ങ, ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഈ തീയലിന് വേണ്ടിയിട്ടൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ, അതുപോലെ അത്രയും നമുക്കങ്ങനെ ഭയങ്കര ഗോൾഡൻ കളറൊന്നും ആവണ്ട. ജസ്റ്റ് അതിനെ ഒന്ന് ഈ ഒരു കളറിലേക്ക് നമുക്ക് വാട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടാറിയ ശേഷം ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച ഈ ഒരു പേസ്റ്റ് നമ്മൾ ഈ വെന്തിരിക്കുന്ന നമ്മളുടെ മുരിങ്ങയ്ക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിക്കണം. സാമ്പാറാണല്ലോ, ഞാൻ നേരത്തെ പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ടേസ്റ്റിനനുസരിച്ച് പുളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാറാണല്ലോ, അപ്പം ഞാൻ കുറച്ച് മാത്രം സാമ്പാർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. സാമ്പാർ പൊടി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാൻ ഭയങ്കര കുറച്ച് സാമ്പാർ പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഞാനതിനെ വേവിക്കുകയാണ്. അപ്പോൾ സൈഡിൽ എൻ്റെ ഇഡ്ഡലി വെന്തോ എന്ന് ഞാൻ നോക്കുകയാണ്. ഇഡ്ഡലി വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതുപോലുള്ളൊരു കമ്പോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം. ഈ ഒരു നൈഫിൽ നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വെന്തിട്ടില്ല എന്നാണ്. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എൻ്റെ ഇത് കുറച്ച് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു.
എൻ്റെ ഈ മുരിങ്ങയ്ക്ക കറി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുകി വന്നത് അത്രയും മതി. ഇനി ഞാൻ സൈഡിലാക്കിയിട്ട് കടുക് വറുക്കാണ്. സാധാരണ നമ്മൾ സാമ്പാറിന് കടുക് വറുക്കുന്നത് പോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ, അതിലേക്ക് കടുക്, പിന്നെ കായം, പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കരിവേപ്പില, അത്രയേ ഉള്ളൂ. നന്നായിട്ട് അതിനെ നമുക്ക് വഴറ്റി കൊടുക്കാം. വഴറ്റിയ ശേഷം നമ്മുടെ ഈ ഒരു മുരിങ്ങയ്ക്ക കറിയിലേക്ക് ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ മുരിങ്ങയ്ക്ക സാമ്പാർ റെഡി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണമെങ്കിൽ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മല്ലിയില എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. മല്ലിയില വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രഷ് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുരിങ്ങയ്ക്ക കറി അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇഡ്ഡലിയും ഇവിടെ സൈഡിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ വെളിയിൽ എടുത്ത് വെച്ചു. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഈ ഉണ്ടാക്കിയ ഉടനെ പാത്രത്തിൽ നിന്നും പൊട്ടിച്ചെടുക്കാൻ നോക്കരുത്, കാരണം അത് പൊട്ടിപ്പോവും, ഒട്ടിപ്പിടിക്കും. അപ്പം ഞാനാണെങ്കിൽ ഇത് കുറച്ച് നേരം വെളിയിൽ ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇതിൽ നിന്നും വേർപ്പെടുത്തി എടുക്കുന്നത്. അപ്പം നമ്മുടെ ഇഡ്ഡലി പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ഒരു നമ്മുടെ ഇഡ്ഡലി, വെറൈറ്റി ഇഡ്ഡലിയാണ്. നമുക്കിത് തലേ ദിവസം മാവ് കുഴയ്ക്കുകയോ അല്ലെങ്കിൽ അത്രയും വലിയ ലോങ് പ്രോസസ്സ് ഒന്നും ഇല്ലാത്ത അടിപൊളി ഇഡ്ഡലിയാണ്. ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐസ് കോഫി കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കോഫി പൗഡറും വളരെ കുറച്ച് ശർക്കരപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഐസ് ക്യൂബും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ആ കോഫി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം. ഞാൻ പാൽ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഐസ് കോഫി ഉണ്ടാക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഞാനും അച്ചുവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞങ്ങൾ ന്യൂസാണ് വെച്ചിരിക്കുന്നത്. ആകെ കുളമായിട്ടിരിക്കുകയാണ്. അപ്പം ന്യൂസൊക്കെ കണ്ടതിന് ശേഷം ബാക്കി പണികളിലേക്ക് കടക്കണം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള എൻ്റെ ഒരു അടുക്കളയുടെ കോലമാണ്. അപ്പോൾ ഇതെനിക്ക് ക്ലീൻ ചെയ്യണം. സൈഡിൽ ഞാൻ ഇഡ്ഡലി കുട്ടകത്തിൽ ആ മാവിൻ്റെ കുറച്ചുകൂടെ ബാക്കി വന്നത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വെറും 2 ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ളത്, ഡിന്നറിന് വല്ലതും എടുക്കാം. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുകയാണ്, പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. എനിക്ക് എന്താണെന്നുണ്ടാ ഈ അടുക്കള ഭയങ്കര അലങ്കോലമായിട്ട് കിടന്ന് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ ഒരു മൂഡ് വരത്തില്ല. എനിക്കെല്ലാം ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം. അപ്പം ഞാൻ കിച്ചടി ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇനി നമ്മുടെ കിച്ചടിയുടെ റെസിപ്പി ഞാൻ പറയാം. ഞാൻ കുറേ വീഡിയോസിൽ കിച്ചടി എന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി നോക്കിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ വലിയ സവാളയാണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം സവാളയുടെ അര സവാള മാത്രം മതി. എൻ്റെ ഇവിടെ ഭയങ്കര ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. എന്നിട്ട് ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, അത്രയും വേണം. എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യ് മാത്രം മതി. വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, കടുകെണ്ണ ഒഴിക്കാം. പക്ഷെ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. ജീരകം, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഇത്രയും കൂടെ ആഡ് ചെയ്ത ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് നന്നായിട്ട് ഒന്ന് വഴറ്റണം. അധികം ഇതിനെ ഇങ്ങനെ നമ്മൾ ബ്രൗൺ കളറൊന്നും ആക്കണ്ട. അതിന് മുമ്പ് തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കായം, ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് നമ്മുടെ മസാലയുടെ പച്ച സ്മെല്ല് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഈ സവാളയും അല്ലെങ്കിൽ ഈ തക്കാളിയൊക്കെ ഭയങ്കരമായിട്ട് ബ്രൗൺ ആവണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോഴേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പരിപ്പും ഓട്സും കൂടെ ആഡ് ചെയ്യുക. ഓട്സ് ഞാനൊരു ചെറിയ കപ്പാണ്, 2 കപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 2 കപ്പ് വലുതല്ല, ചെറുതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി ആയിട്ട് എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ഓട്സ് ആഡ് ചെയ്ത്. നിങ്ങൾക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാ ഏത് റൈസ് വേണമെങ്കിലും ഇടാം. ബാസ്മതി റൈസോ ബ്രൗൺ റൈസോ പച്ചരിയോ അല്ലെങ്കിൽ റേഷൻ അരി, അങ്ങനെ മട്ടയരി മാത്രം ഇട്ട് കൊടുക്കരുത്. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഇതിനെ അല്പം ലൂസായിട്ടാണ് ഉണ്ടാക്കുക. എനിക്ക് ലൂസായിട്ട് കഴിക്കാനാണ്
കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവരവർക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ സീറ്റിയൊക്കെ വന്നിട്ടുണ്ട്, വിസിലൊക്കെ ഞാൻ മാറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണം. മല്ലിയില സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത്, അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാങ്ങാച്ചാറോ അല്ലെങ്കിൽ തൈരിൻ്റെയൊക്കെ കൂടെ കൂട്ടിയാൽ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഈ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.